അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരുപാട് സംഭവങ്ങളുണ്ട്. മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഇവര് പറഞ്ഞു, എന്നെ ഒന്ന് ഇരുത്തിത്തരിൻ, അജ്ലിസൂനി. മരിക്കാൻ മുമ്പ് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമല്ലോ, അന്നിൽ ഖൽഖ്, ഈ സൃഷ്ടികൾക്ക് ഞാൻ എന്ത് ചെയ്തു കൊടുത്തു എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമല്ലോ. അധികാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ കേൾക്കേണ്ട മറുപടിയാണിത്. പേടിക്കുകയാണ്. അധികാരം അള്ളാഹു തന്നു, ഇതിന്റെ പേരിൽ അള്ളാഹു എന്നെ ചോദ്യം ചെയ്യും. ഞാൻ ആ പേടിയിലാണ്. അതുകൊണ്ട് എന്റെ അവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആയിരക്കാണെന്ന് പറഞ്ഞു വലിയൊരു ഖുത്ബ പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു, മരിക്കാനായപ്പോ എന്നെ ഇരുത്തിത്തരീൻ, ഇരുത്തി കൊടുത്തു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അന്നല്ലദീ അമർതനി ഫഖസ്സർത് വനഹൈതനി ഫഅസൈത്. ഉറച്ചവനെ, നീ എന്നോട് പലതും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. നീ എന്നോട് അരുതെന്ന് പറഞ്ഞ പലതും ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. പടച്ചവനെ, 3 പ്രാവശ്യം. വലാകിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഖീദ ഞാൻ വിട്ടിട്ടില്ല. പടച്ചവനെ, ഞാൻ ഇന്നും മുഅ്മിനാണെന്ന് അവസാന വാക്ക് പറഞ്ഞ് റഫഅ റഅസഹു ഫഅഹദ്ദ അൻ-നദർ. ഇങ്ങനെ മേലോട്ട് നോക്കുന്നുണ്ട്, കണ്ണിങ്ങനെ മൂർച്ചയിൽ നോക്കുന്നുണ്ട് മേലോട്ട്. ചോദിച്ചു, എന്താ നിങ്ങൾ നോക്കുന്നത്? ഇന്നീല അറാ ഹദറ, ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. മാഹും ബിഇൻസിൻ വലാ ജിൻ, അവര് മനുഷ്യരല്ല, ജിന്നുകളുമല്ല, വേറെ ചില ആളുകളെ ഞാൻ ഇവിടെ കാണുന്നുണ്ടെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇവര് സ്വർഗത്തിലാണെന്ന് കണ്ട ഒരുപാട് മഹാന്മാരുടെ സ്വപ്നദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവര് തന്നെ കണ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ മകൾ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ സ്വർഗത്തിൽ പോകുന്നവരെല്ലാം അല്ലാഹു തആല ചില ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അവസാനം പറഞ്ഞ വാക്കത, ഇവിടെ ഹദറ, കുറെ ആളുകളുണ്ട്, മനുഷ്യരല്ല, ജിന്നുകളുമല്ല. പിന്നെ ആരാ? അല്ലാഹുവിന്റെ മലക്കുകളാണ്. പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. നല്ല നിലയ്ക്ക് ജീവിച്ച ആളുകൾ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞവർ, അവരുടെ അടുത്ത് അല്ലാഹുവിന്റെ മലാഖമാര് വന്ന് പറയും, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കണ്ട, വലാ തഹ്സനൂ, നിങ്ങൾ സങ്കടപ്പെടും വേണ്ട. അല്ലാഹുവൊക്കെ പറയപ്പെടുന്നതിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹാറൂൻ റഷീദ് എന്നവർ മരണപ്പെടുമ്പോ കഫംപുടങ്ങനെ അടുത്ത് കിടക്കുന്നുണ്ട്, കാണാൻ. അതൊക്കെയാണ് അത്ഭുതം. റബീഉ ഇബ്നു ഖസിയം റളിയല്ലാഹു അൻഹു ഖബർ കുഴിച്ചിട്ട് അതിൽ എന്നും കടന്നെഴുന്നേറ്റിരുന്ന മഹാനാ. റബീഉ ഇബ്നു ഖസിയം റളിയല്ലാഹു അൻഹു എന്നും ഖബർ കുഴിച്ചിട്ട് എഴുന്നേൽക്കും. എന്നിട്ട് പറയും, ശരീരമേ റബ്ബിർജിഊൻ, പടച്ചവനെ എന്ന് പറഞ്ഞേക്കോ, ഞാൻ നന്നായി വരാം എന്ന് പരലോകത്ത് നീ പറയാൻ പോകുന്നുണ്ട്. അത് നീ ഇവിടുന്ന് പറഞ്ഞു, അള്ളാഹ് എന്നെ പറഞ്ഞേക്ക, അതുകൊണ്ട് നേർക്ക് നേരെ ജീവിച്ചോ എന്ന് ശരീരത്തോട് പറഞ്ഞു കൊടുത്തിരുന്ന റബീഉ ഇബ്നു ഖസിയം റളിയല്ലാഹു തആല. ഹാറൂൻ റഷീദ് എന്ന രാജാവാ, ഭയങ്കര ഭരണാധികാരിയായിരുന്നില്ലേ ഹാറൂൻ റഷീദ് എന്നവർ. കഫം ഇവിടെ മുമ്പിൽ കിടക്കുക, യാ അല്ലാഹ്. ആ നേരത്തെ അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മാ അഗ്നാ അന്നീ മാലിയ ഹലക അന്നീ സുൽത്താനിയ. സൂറത്തുൽ ഹഖ് അല്ലേ? മാ അഗ്നാ അന്നീ മാലിയ, മുസ്ലിം ഉമ്മത്തിന്റെ ഖജനാവടക്കി ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഖലീഫയായിരുന്ന ഹാറൂൻ റഷീദ് റഹ്മഹുല്ലാഹ് പറയുന്നത്, എന്റെ സമ്പത്തൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല. ഹലക അന്നീ സുൽത്താനിയ, എന്റെ അധികാരം ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇന്ന് ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് പോവുകയാണ്. അധികാരമില്ല, സമ്പത്തില്ല, ഒന്നും കയ്യിലില്ല. ഈ ആയത്തോതിയിട്ടാ മരിക്കുന്നത് ഹാറൂൻ റഷീദ് എന്നവർ. യാ അല്ലാഹ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു വഫാത്താകുമ്പോൾ ഒരു ചിരി, ലഹിക, ചിരിക്കൂലാന്ന് ജീവിതത്തിൽ സത്യം ചെയ്ത ഒരു മഹാൻ ഖബറിലേക്ക് വെക്കണവരെ ചിരിക്കുകയും മരണമടഞ്ഞെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം സംസാരിക്കുകയും ചെയ്ത സംഭവമുണ്ട്. മഹാനായ ഇമാമുന ഖുർത്തുബി തങ്ങൾ, ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തിയ സംഭവം ഇൻഷാ അല്ലാഹ് വഴി വരാനുണ്ട്. യാ അല്ലാഹ്. അബ്ദുല്ലാഹ് മുബാറക് തങ്ങൾ ലഹിക, വഫാത്താകുന്ന നേരത്തെ ചിരിച്ചു. യാ അല്ലാഹ്, അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടെ സന്തോഷിക്കാൻ അല്ലേ? فاجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. ആ നേരത്തെ ചിരിച്ചു അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആയത്തോതി, لمثل هذا فليعمل العاملون
അധ്വാനിക്കേണ്ടത്. ഇതാണല്ലോ അവസാനം. ആ നേരത്ത് ചിരിക്കാൻ അള്ളാഹു പറഞ്ഞു ഇതിനു വേണ്ടിയാ അധ്വാനിക്കേണ്ടത്. അത് ഇതാണ്, ഈ നേരത്ത് ചിരിക്കാനാണ്. ഇത് പറഞ്ഞുകൊണ്ട് മരിച്ച മഹാനാണ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു. വേറെ ചിലർക്ക് ദുനിയാവെന്ന് പോകുന്നതുകൊണ്ട് വിരോധമല്ല, വിഷമല്ല. പക്ഷേ നിസ്കരിക്കാൻ പറ്റൂലല്ലോ, നോമ്പ് നിൽക്കാൻ പറ്റൂലല്ലോ എന്ന വിഷമം അത്ര മരിക്കാൻ നേരത്തെ ആലോചിക്കാൻ. നമ്മളൊക്കെ പഠിച്ചവനെ കുട്ടനെ കെട്ടിച്ചിട്ടില്ലല്ലോ, വീട് പണി തീർന്നിട്ടില്ലല്ലോ. യാ അല്ലാഹ്, ഒന്നുമല്ല മുഅ്മിനേ, ഭയങ്കരമായ ഒരു നേരമാണ്. ആ നേരത്തിൽ ബോധ്യത്തോടുകൂടെ മരിക്കുക, അതന്നെ വലിയ ഭാഗ്യല്ലേ. മഹാന്മാരൊക്കെ സുഹൃത്തുക്കളോട് ചോദിക്കുന്ന ആരാണോ ആദ്യം മരിക്കണത്, ഈ പോയിട്ട് കഥ ഒന്ന് പറഞ്ഞിരുന്നട്ടോ, എന്താണ് ഖബറിലെ അവസ്ഥ, ഒരുപിടി അനുഭവങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വലിയ വലിയ മഹാന്മാർ, ഹദീസ് പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തി വെച്ചു. കെട്ടുകഥകളല്ല, ഇമാമിങ്ങളുടെ അനുഭവങ്ങൾ. ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോ കരഞ്ഞപ്പോ ചോദിച്ചതാണ്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ചെറിയ സങ്കടപ്പെട്ട് എന്താ കരയുന്നത്? ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് അവര് പറയാണ് റഹിമഹുല്ലാഹ്, ഞാൻ കരയുന്നത് മരണത്തെ പേടിച്ചിട്ടല്ല, വലാ ഹിർസൻ അല ദുനിയാ, ഐഹിക ലോകത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടുമല്ല, പിന്നെ ولكن أبكي على ما يفوتني من ظمأ الهواجر وعلى قيام الليل في الشتاء. തണുപ്പുള്ള രാത്രികളിൽ എഴുന്നേൽക്കാൻ പ്രയാസമുള്ള നേരത്ത് നല്ലവണ്ണം കടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന തണുപ്പുള്ള രാത്രികളിൽ അള്ളാഹുക്ക് വേണ്ടി ഒതുവെടുത്ത് നിസ്കരിച്ചിരുന്ന തഹജ്ജുദ് നിസ്കാരം, വമഉൽ ഹവാജിർ, നട്ടുച്ച നേരത്ത് ദാഹം സഹിച്ചുകൊണ്ട് അല്ലാഹുവിന് ചെയ്യുന്ന സുന്നത്ത് നോമ്പുകൾ, ഇതൊന്നും ഖബറിൽ പോയാൽ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് കരയുന്നതെന്ന് ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു. അവരുടെ പരാതിയത, മുഅ്മിനേ, നമുക്കതിന് സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടൊരു ഹദീസ് നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ ഓർക്കുക. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, സ്വഹാബികളൊക്കെ ഇങ്ങനെ സ്വപ്നം കാണും, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഓരോ സ്വപ്നം. അതിന് നബി തങ്ങൾ വിശദീകരണം പറഞ്ഞു കൊടുക്കും. അപ്പൊ എനിക്കിങ്ങനെ കൊണ്ടുവന്ന്, യാ അള്ളാഹ്, ഒരു സ്വപ്നം കണ്ടാൽ എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കാലോ. ചിലർ അങ്ങനെ ഉണ്ടാവും, സ്വപ്നം കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നവരുണ്ടാവും അല്ലെ, തീരെ സ്വപ്നം കാണാത്തവരുണ്ടാവും. ചിലർ അങ്ങനെ സ്വപ്നം കണ്ടിട്ടില്ല, ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ ചിലർക്ക് തീരെ സ്വപ്നം കാണുന്നേ ഇല്ല. എന്താ ഉറക്ക്? സ്വപ്നം കാണണമെന്ന അതിൽ നല്ല സ്വപ്നങ്ങൾ, സത്യമായി വരുന്ന സ്വപ്നങ്ങൾ ഖിയാമത്തിന്റെ അടയാളമായിട്ട് വരാനിരിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങൾക്ക് സംഭവിക്കുന്ന കണ്ടതുപോലെ എത്രയോ അനുഭവങ്ങളുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, ഞാനന്ന് മദീനത്തെ പള്ളിയിലാണ് കിടന്നുറങ്ങണത്. എന്തെങ്കിലും അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഞാൻ, സഹീഹ് മുസ്ലിം മഹാന്മാരായ സ്വഹാഹിന്റെ ഇമാമി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഞാൻ അല്ലാഹുവിനോട് ദുആയിരുന്നു, യാ അല്ലാഹ്, എന്നിൽ എന്തെങ്കിലും ഖൈർ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ. ആരായി ചോദിക്കുന്ന ആള്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഹദ്ദാനായ ഹദീസ് കൊണ്ട് മുത്തബിഉസ് സുന്ന എന്ന് പറഞ്ഞ മഹാൻ, അല്ലാഹ് എന്തെങ്കിലും ഒരു ഖൈർ നീ എന്നിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു സ്വപ്നം നീ കാണിച്ചു തരണം, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് പോയി പറഞ്ഞു കൊടുക്കും വേണം അല്ലാഹ്. അതുകൊണ്ട് ഇന്നൊരു സ്വപ്നം കാണിച്ചതാ, അതങ്ങ് ദ്വാരന്നിട്ടാ ഞാൻ കടന്നുറങ്ങിയത് മദീനത്തെ പള്ളിയിൽ. അന്ന് ഞാൻ സ്വപ്നം കണ്ടു. എന്താ കണ്ടത്? അസാനി മലക്ക, 2 മലക്കുകൾ എന്റെ അടുത്ത് വന്നു, എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് നരകത്തിനടുത്ത് കൊണ്ടുപോയി. നരകം ബിഉറുൽ മുഗത്ത, അന്ന് മൂടപ്പെട്ട ഒരു കിണറായിട്ടാണ് ഞാൻ കണ്ടത്. അതിന്റെ അഊദു ബില്ലാഹി മിനൻ നാർ, പടച്ചോനെ നരകത്തിന് കാക്കണേ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ വേറൊരു മലക്ക് വരുന്നു, ലം തുറ, എന്നോട് പറഞ്ഞു, ലം തുറ, നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങ് കേട്ടപ്പോ ഞാൻ ഞെട്ടി ഉണർന്നു. അല്ലാഹ്, സുബഹിയായിട്ടുണ്ട്, നല്ല നേരമാണ്, അള്ളാഹിന്റെ റസൂലിനോട് പറയണം. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ, സ്വന്തം പെങ്ങൾ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ, പെങ്ങളോട് പറയാൻ, പെങ്ങൾ അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞേക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങളോട് പോയി പറഞ്ഞു, ഹഫ്സ ബീവി, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടിട്ടോ, ഇതാണ് അള്ളാഹു റസൂലിനോട് പറഞ്ഞു കൊടുക്കണം, എന്താ അതിന്റെ വ്യാഖ്യാനം എനിക്കറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോ വീട്ടിലേക്ക് വന്ന ഹഫ്സ ബീവി പറഞ്ഞു കൊടുത്തു, എന്റെ സഹോദരൻ അനിയൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന സ്വപ്നം കണ്ടിട്ടുണ്ട് നബിയെ. നിഅമൽ അബ്ദ്, നല്ല മനുഷ്യനാണ്. ലൗ കാന യുസല്ലി ബില്ലൈൽ, നല്ല ആളാണ്. ആ രാത്രി 2 റക്അത്ത് തഹജ്ജുദും കൂടെ നിസ്കരിച്ചാൽ ബെസ്റ്റ്. അതിനുശേഷം ഞാൻ തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കിയിട്ടില്ലെന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഒഴിവാക്കിയിട്ടില്ല.
പരലോകത്ത് ചെന്നപ്പോ പേടിക്കണ്ടെന്ന മലക്കനോട് പറയുന്നത്. അവിടെ നിന്ന് എത്തിയാൽ പോരാ, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നും കൂടെ പോണം. അതുകൊണ്ട് ആ 2 റക്അത്ത് നിസ്കാരം തഹജ്ജുദ്, ഒന്ന് സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിലനിർത്തി കൊണ്ടുപോരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അല്ലാഹ്. അങ്ങനെ നിസ്കരിക്കാൻ പറ്റൂലല്ലോ എന്ന് പേടിച്ചുകൊണ്ട് കരഞ്ഞ ആളാണ് മഹാനായ ആമിർ ബിൻ അബ്ദുൽ ഖൈസ് റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ്. ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ വിഷയം അതിലും അത്ഭുതമാണ്. ലോകം കണ്ട പ്രഗത്ഭനായ ആലിമും മുഹദ്ദിസും മുതസവ്വിഫുമായിരുന്ന ജുനൈദുൽ ബഗ്ദാദി റഹ്മഹുല്ലാഹ്. ഇതൊക്കെ മഹാനായ ഇബ്നുൽ ഖയ്യിം തങ്ങൾ കിതാബ് റൂഹിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ബഹുമാനപ്പെട്ടവർ മരിക്കുന്ന സമയത്ത് മരിക്കാൻ കിടക്കുമ്പോ മഹാനായ അബുൽ അബ്ബാസ് ഇബ്നു അത്താഅ തങ്ങൾ ജുനൈദുൽ ബഗ്ദാദിയുടെ അടുത്ത് നിന്നിട്ട് സലാം പറഞ്ഞു മരിക്കാൻ കിടക്കുമ്പോ മറുപടി ഒന്നും കിട്ടണില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ മരിക്കാൻ കിടക്കണ നേരത്തിന് അബോധാവസ്ഥയിലാവും, ബോധം വരും, പോകും വരും. സലാം പറഞ്ഞു ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് ഇബ്നു അത്താഅ, മറുപടി ഒന്നും വരുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇവിടെ പറഞ്ഞു, എതിർന്നി ക്ഷമിക്കണട്ടോ, ഞാൻ എന്റെ പതിവായ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കേന്, അതിന്റെ ഇടയിൽ സലാം അടക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണട്ടോ യാ അല്ലാഹ്. പിന്നെ മുഖം ഇങ്ങനെ കിബിലന്റെ ഭാഗത്തേക്ക് തിരിച്ചെന്ന് കിടത്തി അങ്ങനെ മരിച്ചു. സുബ്ഹാനല്ലാഹ്. ഇമാം ഗസാലി തങ്ങളുടെ വഫാത്ത് ഭയങ്കര അത്ഭുതമാണ്. 3 കഫംപുട കൊണ്ടുവന്ന് കാലുകൊണ്ട് ചുരുട്ടിപ്പിടിച്ച് സഹോദരനായ അഹ്മദ് റളിയല്ലാഹു അൻഹു, അഹ്മദ് റഹ്മത്തുള്ളാഹി അവരോട് പറഞ്ഞത്, അഹ്മദ് 3 തുണി കൊണ്ടുവരിക, കഫംപുട കൊണ്ടുവരും. എന്തിനാ കാക്കാ, അതൊന്നും കൊണ്ടുവന്നു കാലിന്റെ അടിയിലേക്ക് ഇങ്ങനെ ഒരു പുതക്കുന്ന പോലെ വെച്ചു, സുഖയിലേക്ക് ചെരിഞ്ഞു കിടന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് കേട്ടു. പിന്നെ തുറന്നു നോക്കുമ്പോ എന്റെ ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി. യാ അല്ലാഹ്. ഇതൊക്കെ നല്ല അടയാളങ്ങളാണ്. അവർ ജീവിച്ചുപോയ മാർഗം ശരിയാണെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന അടയാളങ്ങളാണ്. അല്ലാഹു നമ്മെ സൽക്കർമ്മികളുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് തരുമാറാകട്ടെ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. آمين. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അള്ളാഹു ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ.